തൃശൂർ ചാലക്കുടിയിലെ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണിൽ പ്രവർത്തിച്ചിരുന്ന ബിവറേജസ് ലേബലിംഗ് കേന്ദ്രം സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധം. ഇ.പി. ജയരാജന്റെ ഇടപെടലാണ് വെയർഹൌസ് മാറ്റാൻ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം. CITU ഉൾപ്പെടെ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ല. വിവരങ്ങളുമായി എം മനോജ് ഉണ്ട്. മനോജ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തൃശ്ശൂർ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം ഈ സർക്കാർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഈ ഒരു സംസ്ഥാന വെയർഹൌസിൽ നിന്നാണ് ഈ ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യസംഭരണ ഗോഡൌണും ഓഫീസും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നത്. അത് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്കാണ് ഈ ഒരു സ്ഥാപനത്തെ മാറ്റുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ നിരവധി തൊഴിലാളികളാണ് ഈ ചാലക്കുടിയിലുള്ള പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ CITU ആയാലും INTUC ആയാലും വിവിധ സംഘടനാ നേതൃത്വങ്ങളൊക്കെ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ പോലും അതിലൊരു പരിഹാരം ഉണ്ടായില്ല എന്നാണ് തൊഴിലാളികളൊക്കെ പറയുന്നത്. ഇതിൽ തന്നെ CPM-ന്റെ ഉന്നതതല ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും ഇ.പി. ജയരാജനും ഈ സ്വകാര്യ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആ സ്ഥാപനം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെന്നാണ് തൊഴിലാളികൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇതിൽ തന്നെ CITU-ന്റെ തൊഴിലാളികൾ ഉൾപ്പെടെ ഇ.പി. ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ മന്ത്രി MP രാജേഷിനെ കാണുവാൻ ശ്രമിച്ചപ്പോൾ അതിന് പോലും സമ്മതിച്ചില്ല എന്നുള്ള കാര്യമാണ്. ആ പരാതിയുമായി മന്ത്രിയുടെ അടുക്കലേക്ക് പോലും CITU-ന്റെ പ്രതിനിധികൾക്ക് എത്താൻ പറ്റിയില്ല എന്നാണ് ഈ തൊഴിലാളികളൊക്കെ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലാ നേതൃത്വത്തോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. CPM-ന്റെ തന്നെ ജില്ലാ നേതൃത്വത്തോട് സൂചിപ്പിച്ചിട്ടും അതിൽ കൃത്യമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഈ തൊഴിലാളികൾ ഒന്നടങ്കം ഈ കാര്യത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. കാരണം ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് എന്ത് കാരണം കൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കൂടുതൽ സൗകര്യങ്ങളുണ്ട്, കൂടുതൽ സ്ഥലമുണ്ട് എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥർ പറയുന്നതാണ്. എന്നാൽ ഇവിടെയുള്ള നിലവിലുള്ള സ്ഥലത്തെ 70% മാത്രമേ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. 30% വെറുതെ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ വിൽപ്പന കുറവായതുകൊണ്ട് തന്നെ പുതിയൊരിടത്തേക്ക് മാറ്റിക്കൊണ്ട് സ്ഥലം കൂടുതൽ നിലവിലുള്ള സ്ഥലം തന്നെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് ജനങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലാളികളും പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും ഈ ഡ്രൈവർമാരും ഒക്കെ ഇതിനെതിരെ രംഗത്തുണ്ട്. കാരണം അവരുടെയും തൊഴിൽ ഇതുവഴി പോകുന്നതാണ്. ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവരുടെയും തൊഴിൽ പോകും. എന്തായാലും നിലവിലുള്ള വാടക ലഭിക്കുന്നത് സർക്കാരിനാണ്. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടുകൂടി ആ നഷ്ടവും സർക്കാരിനുണ്ടാവും. എന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള സംശയമാണ്. അതിൽ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥ ഇത്തരത്തിൽ ഈ സ്വകാര്യ വ്യക്തികളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം ഈ തൊഴിലാളികൾക്കുള്ളത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതികൾ നിരന്തരം നൽകിയിട്ടും പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടും ഒരു തീരുമാനവുമായില്ല. മുൻപ് തന്നെ ഈ പ്രപ്പോസൽ പോകുന്നതിന് മുമ്പ്, അതായത് റീജിയണൽ മാനേജർക്ക് ഇതിന്റെ പ്രപ്പോസൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉദ്യോഗസ്ഥരെത്തി ഇത് പരിശോധിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഇവർ വ്യക്തമാക്കുന്നത്. കാരണം ഇതൊക്കെ തന്നെ ആരുടെയോ നിർദ്ദേശപ്രകാരം നടക്കുന്ന സംഭവമാണ് എന്നുള്ള കാര്യമാണ്. ഈ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുന്നതിലൂടെ ആർക്കൊക്കെയോ ഇതിൽ ലാഭമുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് തൊഴിലാളികളും പങ്കുവെക്കുന്നത്. നിരവധി കുടുംബങ്ങളാണ് ഈ ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് ഈ ഒരു വരുമാനത്തിലൂടെ ജീവിച്ചു പോകുന്നത്. എന്നാൽ ഇത് മാറ്റുന്നതിലൂടെ അവർക്കും ആ വരുമാനം നിലയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ MP രാജേഷിന് ഈ പരാതിയൊക്കെ നൽകി നവകേരള സദസ്സിൽ ഉൾപ്പെടെ CITU-ന്റെ പ്രതിനിധികൾ തന്നെ പോയി പരാതികൾ നൽകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും തന്നെ കൃത്യമായിട്ടുള്ള നടപടിയില്ല. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള മറുപടി ഈ ഗോഡൌൺ അങ്ങനെ മാറ്റുന്നില്ല എന്നുള്ള കാര്യമാണ്. പുതിയൊരു ഗോഡൌൺ വരുന്നേ ഉള്ളൂ, ഇവിടെ സൗകര്യം കുറവായതിനാലാണ് അങ്ങോട്ടേക്ക് മാറ്റുന്നത് എന്നുള്ള കാര്യമാണ്. അതിൽ തന്നെ ഈ ഗോഡൌൺ നിലനിർത്തിക്കൊണ്ട് പുതിയൊരു ഗോഡൌൺ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെയുള്ള തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. കാരണം ഇവിടെ നിന്നുമുള്ള ഈ ഒരു ഇവിടെ ഇറക്കുന്ന മദ്യം ഇവിടെയുള്ള ബാറുകളിലേക്കും അതോടൊപ്പം തന്നെ ഈ പാലിയക്കുര, പൊയ്യ, ഇരിങ്ങാലക്കുട, നെടുമ്പാൾ, കോടാലി, അടിച്ചിരി, കൊരട്ടി, ചേർപ്പ്, എടമുട്ടം, വാരാപ്പുഴ എന്നീ ഔട്ട്ലെറ്റുകളിലേക്കും 15 ബാറുകളിലേക്കുമാണ് എത്തുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ വിൽപ്പന കുറവായതുകൊണ്ട് തന്നെ ഇനി പുതിയൊരു ഗോഡൌൺ വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള തൊഴിലാളികൾ ചോദിക്കുന്നത്. കാരണം ഈ പുതിയ ഒരു ഗോഡൌൺ വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള വിൽപ്പന ഉണ്ടാവണം. എന്നാൽ ആ വിൽപ്പന ഇവിടെ ഇല്ല. ഇപ്പോൾ ഈ വിൽപ്പന കുറവാണ് എന്നുള്ള കാര്യം തന്നെയാണ് തൊഴിലാളികളും വ്യക്തമാക്കുന്നത്. എന്തായാലും
ഈ ഒരു പരാതി നിലനിൽക്കുമ്പോൾ ആരുടെയൊക്കെയോ ലാഭത്തിന് വേണ്ടി ഈ പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ ശ്രമിക്കുന്നു എന്നുള്ള സംഭവം തന്നെയാണ്, ഒരു സംശയം തന്നെയാണ് തൊഴിലാളികളുടെ ഭാഗത്തുള്ളത്. ഇതിൽ EP ജയരാജനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ CITUവിന്റെ തൊഴിലാളികളാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് ഈ പ്രതിഷേധവുമായി. മുൻപ് തന്നെ ഇതിന്റെ ഉദ്യോഗസ്ഥർ ഈ ഓഫീസിലെത്തിയപ്പോൾ CITUവിന്റെ അടക്കം ഈ തൊഴിലാളികൾ ചേർന്ന് ഉപരോധിച്ചിരുന്നു. പിന്നീടാണ് അവരെ അവിടെ നിന്നും വിടുന്നത്. എന്തായാലും ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ സർക്കാർ മുഖം തിരിച്ച് നിൽക്കുകയാണ്. മനോജ് തൃശ്ശൂരിൽ നിന്ന് മനോജാണ് വിവരങ്ങൾ നൽകിയത്. ചാലക്കുടിയിലെ ബീവറേജസ് ലേബലിംഗ് കേന്ദ്രം മാറ്റുന്നതിനെതിരെ തൊഴിലാളികളുടെ പ്രതിഷേധമാണ് നടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.